ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗൃഹസ്ഥന്മാർക്കുള്ള ഉപദേശം. നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിന്റെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ 95% പേരും ഗൃഹസ്ഥാശ്രമികളാണെന്ന് കാണാം. കാരണം നമുക്ക് മനുഷ്യ ജന്മത്തില് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമമാണത്. ആശ്രമ ജീവിതം അല്ലെ. ബ്രഹ്മചാരി, ഗൃഹസ്ഥാശ്രമി, വാനപ്രസ്ഥി, സന്യാസി, ഇങ്ങനെ 4 തലമാണ് ഓരോ മനുഷ്യ ജീവനും കടന്നു പോവേണ്ടതായിട്ടുള്ളത്. ചിലത് മാത്രം സ്വീകരിക്കുന്നു, ചിലത് വിടുന്നു. എങ്കിലും നമ്മൾ പ്രപഞ്ചത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സൃഷ്ടി എന്നുള്ള കർമ്മം നടക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ കൂടെ മാത്രമാണ്. ഗൃഹസ്ഥാശ്രമികൾക്ക് എന്തൊക്കെയാണ് ഉപദേശം അല്ലെ? രാമകൃഷ്ണ പരമഹംസര് അദ്ദേഹത്തിന്റെ വചനാമൃതത്തെ ബേസ് ചെയ്താണ് നമ്മൾ പല അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ബ്രഹ്മം എന്ന് പറയുന്നത് നിർലിപ്തമാണ്, ദുഃഖവും മറ്റും ജീവന് മാത്രമാണ് ഉള്ളത്. ഈ ലോകത്തില് വിദ്യാമായയും അവിദ്യാമായയും രണ്ടുമുണ്ട്. ജ്ഞാനവും ഭക്തിയുമുണ്ട്, കാമിനി കാഞ്ചനവുമുണ്ട്, സത്തും അസത്തുമുണ്ട്, നല്ലതും മോശമായിട്ടുള്ളതുമുണ്ട്. എന്നാൽ ബ്രഹ്മം എന്ന് പറയുന്നത് നിർലിപ്തമാണ്. നിർലിപ്തം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ശുദ്ധമാണ്. നന്മയും തിന്മയും ജീവനെ സംബന്ധിച്ച് മാത്രമാണുള്ളത്. സത്തും അസത്തും ജീവന് മാത്രമേ ഉള്ളൂ. ഇവ മൂലം ബ്രഹ്മത്തിന് ഒന്നും പറ്റുന്നില്ല. വിളക്കിന് മുമ്പിൽ വെച്ച് ഒരാള് ഭാഗവതം വായിക്കുന്നു എന്ന് വെക്കൂ, ഒരുവൻ കള്ളപ്രമാണം നിർമ്മിക്കണു. വിളക്കെന്ന് പറഞ്ഞാൽ എന്താ? നിർലിപ്തമാണ്. ഈ രണ്ട് ചെയ്താലും വിളക്കിനെ അത് ബാധിക്കുന്നില്ല അല്ലെ? ഇപ്പൊ സൂര്യൻ ശിഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും പ്രകാശം ഒരുപോലെ പൊഴിക്കുന്നു. അപ്പൊ ദുഃഖം, പാപം, അശാന്തി ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചേക്കാം. അതിന് ഉത്തരം നമുക്ക് പറയാൻ പറ്റുന്നത് ഇതെല്ലാം ജീവനെയാണ് ബാധിക്കുന്നത്. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാല് നിർലിപ്തമാണ്, നിർലേപമാണ്, പൂർണ്ണ ശുദ്ധമാണ്. ഇപ്പൊ പാമ്പിന്റെ ഉള്ളിൽ വിഷം ഇരിക്കണു, അത് അന്യരെ കടിച്ചാൽ അവര് മരിച്ചു പോകും. എന്നാൽ പാമ്പിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ബ്രഹ്മം അനിർവചനീയമാണ്. അപ്പോ ബ്രഹ്മം എന്താ പറയാ, കൊണ്ട് നമുക്ക് വാക്കിലൂടെ പറയാൻ പറ്റുന്നതല്ല. സർവ വസ്തുക്കളും എച്ചിലായിരിക്കുന്നു. വേദം, പുരാണം, തന്ത്രം, ഷഡ് ദർശനങ്ങള് എല്ലാം അശുദ്ധമായി പോയിരിക്കുന്നു. കാരണം കൊണ്ടത് നമ്മൾ വായിക്കുകയോ പറയുകയോ ചെയ്താൽ എന്താ? അത് അശുദ്ധമാണ്. ഉച്ചരിച്ച് കളയുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ എച്ചിലാക്കുക എന്നാണ്. അപ്പൊ ഒരു വസ്തു മാത്രം ഉച്ഛിഷ്ടമായിട്ടില്ല. ആ വസ്തുവിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്താണ്? ഇതുവരെ ആർക്കും കൊണ്ട് അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് പൂർണ്ണമാണ്, ശുദ്ധമാണ്. അപ്പോ എന്താ പറയാ, ഒരച്ഛന് 2 മക്കള്. ബ്രഹ്മവിദ്യ സമ്പാദിക്കുന്നതിന് അച്ഛൻ അവരെ ആചാര്യന്റെ അടുത്തേക്ക് അയക്കുകയാണ്. കുറെ കൊല്ലം കഴിഞ്ഞ് അവര് ഗുരുഗൃഹത്തിൽ നിന്ന് മടങ്ങിയെത്തി. പിതാവിനെ നമസ്കരിച്ചു. അവർക്ക് ബ്രഹ്മജ്ഞാനം എത്ര മാത്രമുണ്ട്, അവരെന്താണ് പഠിച്ചതെന്നറിയാൻ അച്ഛന് ആഗ്രഹം തോന്നി. മൂത്ത മകനോട് ചോദിച്ചു, കുഞ്ഞെ, നീ എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ, ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് പറയൂ, കേൾക്കട്ടെ. അവൻ വേദത്തിൽ നിന്ന് അനേക ശ്ലോകങ്ങൾ ഉദ്ധരിച്ചു ബ്രഹ്മസ്വരൂപം വിവരിക്കാൻ ആരംഭിച്ചു. പിതാവ് മിണ്ടാതിരുന്നു. ഇളയ മകനോട് ചോദിച്ചു. അയാള് തല താഴ്ത്തി മൗനം ദീക്ഷിച്ചു. വായി തുറന്നതേയില്ല. അച്ഛൻ സന്തുഷ്ടനായി. ഇളയവനോട് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് അല്പം മനസ്സിലായിട്ടുണ്ട്. ബ്രഹ്മം എന്താണ് എന്ന വാക്കുകൊണ്ട് നമുക്ക് പറയാനാവില്ല. അപ്പോ നമ്മൾ അതിനെ അറിഞ്ഞു കളഞ്ഞു എന്ന് മനുഷ്യര് കരുതുകയാണ്. ഒരു ഉറുമ്പ് ഒരു പഞ്ചസാര കൂനയിലെത്തി. ഒരു തരി തിന്നപ്പോ അതിന്റെ വയറ് നിറഞ്ഞു. വേറൊരു തരി വായിലാക്കിക്കൊണ്ട് അത് മാളത്തിലേക്ക് മടങ്ങി. അത് തിരിച്ചു പോകുമ്പോ ആലോചിക്കുകയാണ്, തിരിച്ചു വന്ന് ഈ കുന്നു മുഴുവനും ഞാൻ കൊണ്ടുപോകും. എത്രയാണ് ഒരു ഉറുമ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുക? നമ്മൾ ക്ഷുദ്ര മനസ്സുകൾ ഇങ്ങനെയാണ് കരുതുന്നത്. ബ്രഹ്മം വാക്കിനും മനസ്സിനും അതീതമാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം അവർക്കറിയില്ല, ഈ പറയുന്നവർക്കറിയില്ല, ബ്രഹ്മം എന്ന് പറഞ്ഞത് ബൃഹത്തായത്, മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. എത്ര വലിയവനാണെങ്കിലും ബ്രഹ്മത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ശുകദേവൻ മുതല് വലിയ വലിയ ഉറുമ്പുകള് കൂടിപ്പോയ 8-10 തരി അവർക്ക് വായിലാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോ വേദത്തിലും പുരാണത്തിലും പറഞ്ഞിരിക്കുന്നത് ഏതുപോലെയാണ്? ഒരുത്തൻ കടൽ കണ്ടുവന്നു. കടൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, വായും പൊളിച്ച് പറയും, എന്തൊരു കാഴ്ച, അവിടെ കാറ്റും തിരയും എല്ലാം ഉണ്ട് എന്ന് പറയും. അപ്പൊ ബ്രഹ്മത്തിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. വേദത്തിലുണ്ട്, അത് ആനന്ദ സ്വരൂപമാണ്, സച്ചിദാനന്ദമാണ്. ശുഖദേവാദികളെ ഈ ബ്രഹ്മസാഗരം തീരത്ത് നിന്ന് കണ്ടു, ഒന്ന് തൊട്ടു, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു കൂട്ടരുടെ അഭിപ്രായത്തിന് അവർ ഈ കടലിൽ മുങ്ങിയില്ല.
ഈ കടല് മുങ്ങിയാൽ പിന്നെ മടങ്ങി വരാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ സമാധിസ്ഥിതനായാൽ ബ്രഹ്മജ്ഞാനം എന്ന് നമുക്ക് പറയാം. ബ്രഹ്മദർശനാണത്. ആ അവസ്ഥയിലെ വിചാരം തീരെ നിലച്ചു പോകുന്നു. മനുഷ്യൻ മൂകനായി തീരുന്നു. ബ്രഹ്മം എന്തൊരു വസ്തുവാണെന്ന് വായുകൊണ്ട് വിവരിക്കാൻ ശക്തി ഉണ്ടാവില്ല. രാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ഉപ്പുപാവയുടേത്. ഒരു ഉപ്പുപാവ ഒരിക്കലും കടലിന്റെ ആഴമളക്കാൻ പോയി എന്നും വെള്ളത്തിന് എത്ര ആഴമുണ്ടെന്ന് മുങ്ങി മുങ്ങി പോയി നോക്കി വിവരം പറയാൻ വേണ്ടി. പക്ഷെ വിവരം അറിയിക്കാൻ ഒത്തില്ല. ചെന്ന് മുങ്ങി അലിഞ്ഞു പോയി. പിന്നെ എങ്ങനെ അതിന് തിരിച്ചു വരാൻ സാധിക്കും? തിരിച്ചു വന്നാൽ മാത്രമല്ലേ നമുക്ക് വിവരം തരാൻ സാധിക്കുള്ളൂ. അപ്പൊ സമാധിയില് ബ്രഹ്മജ്ഞാനം ലഭിച്ച ഒരാൾ പിന്നെ മിണ്ടുകയേ ഇല്ല, പറയാൻ ഒന്നുമില്ല. ശങ്കരാചാര്യ സ്വാമികളെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യയുടെ ആ അഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ബ്രഹ്മദർശനം ഉണ്ടായാല് മനുഷ്യൻ നിശബ്ദനാകുന്നു. ദർശനം ഉണ്ടാകുന്നത് വരെ യുക്തി വിചാരം ചെയ്യും. വെണ്ണ ഉരുക്കുമ്പോ അത് മൂക്കുന്നത് വരെ നമുക്ക് അതിനകത്തൊരു ശീശീന്നൊരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കും അല്ലെ? നെയ്യ് മൂത്താ പിന്നെ എന്താ? ഒച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് മൂത്ത നെയ്യിൽ പിന്നെയും പിന്നെയും എന്താ പറയാ, ആ ഒരു പപ്പടമോ എന്തെങ്കിലും നമ്മൾ ഇടുകയാണെങ്കിൽ വീണ്ടും ശീശീന്നൊരു ശബ്ദം കേൾപ്പിക്കും. ആ പപ്പടം നമ്മൾ എടുത്തു കഴിഞ്ഞാലോ വീണ്ടും നിശബ്ദമായി. അതുപോലെ സമാധിസ്ഥനായ മനുഷ്യർ ലോകരെ പഠിപ്പിക്കുന്നതിനായിട്ട് പിന്നെയും വീണ്ടും താഴോട്ട് വരണം. അപ്പോൾ അവര് വർത്തമാനം പറയുന്നു. തേനീച്ച പൂവിൽ ഇരിക്കുന്നത് വരെ അത് മൂളിക്കൊണ്ടേയിരിക്കും. പൂവിലിരുന്ന് തേൻ കുടിച്ചു കഴിഞ്ഞാലോ അതിന്റെ മൂളില് തനിയെ നിന്നു പോകുന്നു. അപ്പൊ തേനുണ്ട്. മത്ത് പിടിച്ചാൽ പിന്നെ എന്താ? ആ ഒരു ചില നമുക്കറിയാം സമാധി അവസ്ഥയിൽ അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. നമ്മളൊരു കുടം കുളത്തിൽ കൊണ്ടുപോയി വെള്ളം നിറയ്ക്കുമ്പോൾ എന്താ ആദ്യം ആ ഒരു ഭൂം ഭൂം എന്നൊരു ഒച്ച കേൾക്കും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒച്ച ഉണ്ടാവില്ല അല്ലെ? പിന്നെ എന്നാ വേറൊരു കുടത്തിലേക്ക് പകരുകയാണെങ്കിലോ അത് വീണ്ടും ശബ്ദമുണ്ടാകും. ഇതുപോലെ തന്നെയാണ് മഹത്തുക്കള് ഓരോ ജന്മവും അവര് താഴോട്ട് അവതരിക്കുകയാണ്. അവര് നമുക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഋഷികൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു. വിഷയബുദ്ധി ലേശമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മജ്ഞാനം സാധ്യമല്ല. ഋഷികൾ എത്ര പാടുപെടുന്നു. അവര് വെളുപ്പിന് ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് പകൽ മുഴുവൻ ഒറ്റയ്ക്ക് ധ്യാനവും ചിന്തയും ചെയ്ത് ആശ്രമത്തിൽ മടങ്ങിയെത്തി അല്പം ഫലമൂലങ്ങളൊക്കെ കഴിച്ച് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളുള്ള എന്ന് പറയുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി നിർത്തി എന്താ പറയാ ജീവിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ബ്രഹ്മബോധം ഉള്ളിൽ ഉണ്ടായത്. കലികാലത്ത് മനുഷ്യൻ എന്ന് പറയുന്നത് അന്നഗത പ്രാണന്മാരാണ് അല്ലെ? കാരണം അവർ അന്നത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ദേഹബുദ്ധി പോവുകയില്ല. ഈ അവസ്ഥയില് സോഹം എന്ന് പറഞ്ഞത് പറയുന്നത് ശരിയല്ല. കാരണം എന്താ? ലൗകിക കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കണു. എന്നിട്ട് നമ്മൾ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നത് ശരിയല്ല. ഈ വിഷയ ത്യാഗം ചെയ്യാൻ സാധിക്കാത്തവർക്ക്, ഒരു പ്രകാരത്തിലും ഞാൻ എന്നുള്ള അഭിമാനം പോകാത്തവർക്ക്, ഞാൻ ഭഗവത് ദാസനാണ്, ഞാൻ ഭഗവത് ഭക്തനാണ് എന്ന ഭാവമാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഭക്തി മാർഗത്തിൽ കൂടി പോയാലും തീർച്ചയായിട്ടും ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ജ്ഞാനി നേതി നേതി എന്ന് വിചാരം ചെയ്ത് വിഷയബുദ്ധി ഉപേക്ഷിക്കണു. അങ്ങനെ ബ്രഹ്മത്തെ അറിയണു. ഒരു കോണിയുടെ പടികള് ഓരോന്നായിട്ട് പിന്നിട്ട് നമുക്ക് മട്ടുപ്പാവിൽ എത്തുന്ന പോലെയാണിത്. വിജ്ഞാനിയാകട്ടെ ഭഗവാനുമായിട്ട് സംഭാഷണം ചെയ്തുകൊണ്ടേയിരിക്കണു. വേറെ ചിലത് കൂടി കാണുന്നുണ്ട് അല്ലെ? മട്ടുപ്പാവ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട്, അതേ ഇഷ്ടികയും ചുണ്ണാമ്പും എല്ലാം കൊണ്ട് തന്നെ കോണിപ്പടിയും ഉണ്ടാക്കിയിരിക്കണമെന്ന് അദ്ദേഹം കാണുന്നു. അവിടെയാണ് ഈ നേതി നേതി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി ഇതല്ല. കാരണം ജീവനും ജഗത്തുമായിട്ടിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ഇത് ബ്രഹ്മമാണോ? ഇത് ബ്രഹ്മത്തിന്റെ ചില പ്രകടനങ്ങൾ മാത്രമാണ്. അവിടെയാണ് നിർഗുണം സഗുണം എന്നൊക്കെ നമ്മൾ വിജ്ഞാനി കാണുന്നത്. ഒരുവന് മട്ടുപ്പാവില് താമസിക്കാൻ സാധ്യമല്ല. അയാള് കീഴോട്ട് വരണം. സമാധിയിൽ ബ്രഹ്മദർശനം സാധിച്ചവരും താഴോട്ട് വന്ന് ജീവനും ജഗത്തുമായിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സരിഗമ പധനി എന്ന് പറഞ്ഞാൽ എന്താ? അതില് ഏറെ നേരം നിൽക്കാൻ പറ്റില്ല അല്ലെ? കാരണം അത് തിരിച്ച് താഴോട്ട് വരണം. എങ്ങനെ മുകളിലോട്ട് ഊർധ്വമായിട്ട് പോയോ അതുപോലെ താഴോട്ട് വരേണ്ടി വരും. അപ്പോ ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ. അദ്ദേഹം തന്നെ ജീവനും ജഗത്തും എല്ലാം. ഇതിന്റെ പേരാണ് നമ്മള് വിജ്ഞാനം. ജ്ഞാനിയുടെ മാർഗം എന്താ പറയുക, മാർഗവും മാർഗം തന്നെയാണ്. ജ്ഞാനഭക്തിയുടെ പദവും മാർഗം തന്നെ. കൂടാതെ ഭക്തിയുടെ വഴിയും വഴി തന്നെയാണ്. അപ്പൊ ജ്ഞാനയോഗവും സത്യമാണ്, ഭക്തിമാർഗവും സത്യമാണ്. എല്ലാ വഴിക്കും നമുക്ക് ഭഗവാന്റെ അടുക്കല് പോകാൻ സാധിക്കും. എത്ര കാലം
അദ്ദേഹം നമ്മില് അഹം നിലനിർത്തുന്നു. അത്രയും കാലം ഭക്തിമാർഗമാണ് എളുപ്പം. ബ്രഹ്മം എന്ന് പറഞ്ഞാല് സുമേരുവിനെ പോലെ നിശ്ചലമാണ്, നിഷ്ക്രിയമാണ്. വിജ്ഞാനി അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ സംസാരം എന്ന് പറഞ്ഞാല് അതിന്റെ സത്വരജസ് തമസ്സുകൾ എന്ന് പറയുന്ന 3 ഗുണങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. അത് നിർലിപ്തമാണ്. കാരണം നമ്മൾ അതുകൊണ്ടാണ് ദേവിയെ ത്രിഗുണാംബിക എന്ന് പറയുന്നത്, അല്ലെ? ആ പരാഭക്തിയിലിരിക്കുന്ന പരാംബിക എന്ന് പറഞ്ഞാല് ഗുണങ്ങൾക്ക് ആ എന്താ പറയാ അപ്പുറം ഇരിക്കുന്ന ദേവിയാണ് പരാംബിക. സാക്ഷാൽ ലളിത മഹാത്രിപുര സുന്ദരി, ബ്രഹ്മജ്ഞാനപ്രദായിനി. അമ്മ തന്നെയാണ് ബ്രഹ്മം. ഈ 3 ഗുണങ്ങളിലൂടെ ഇരിക്കുമ്പോൾ നമ്മൾ അമ്മയെ ദുർഗാ പരമേശ്വരി എന്ന് വിളിക്കുന്നു, അല്ലെ? അപ്പൊ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ എന്ന് വിജ്ഞാനി കാണുന്നു. ഗുണാതീതൻ, ഷഡ് ഐശ്വര്യപൂർണനായിരിക്കുന്ന ഭഗവാനും അത് തന്നെയാണ്. ജീവനും ജഗത്തും മനസ്സും ബുദ്ധിയും ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും ഒക്കെ അദ്ദേഹത്തിന്റെ ഐശ്വര്യമാണ്. ഒരു പ്രഭുവിന് വീടും കുടിയും ഒന്നും ഉണ്ടാവില്ല, അല്ലെ? ഉണ്ടായതൊക്കെ വിറ്റുപോയി എങ്കിൽ പിന്നെ അയാൾ എന്ത് പ്രഭുവാണ്? ഈശ്വരൻ ഷഡൈശ്വര്യപൂർണനാണ്, അല്ലെ? എന്നാൽ അദ്ദേഹത്തിന് ഐശ്വര്യം ഇല്ലായിരുന്നെങ്കിൽ ആരാണ് അദ്ദേഹത്തെ മാനിക്കുക? അപ്പോ ഈ കാണുന്ന വിഭു എന്ന് പറയുന്ന ഏകനായിരിക്കുന്ന ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ലോകം ഇത്ര മനോഹരമായിരിക്കുന്ന ഈ ലോകം, ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം, എന്തൊക്കെ ജാതി ജീവികള്, ചെറുത് വലുത്, നല്ലത് ചീത്ത, ശക്തിയുള്ളവ, ശക്തി കുറഞ്ഞവ, അല്ലെ? ഇതെല്ലാം തന്നെ എന്താണ്? ആ ആ ഒരു വിഭു രൂപത്തില് സർവഭൂതങ്ങളിലും ഈശ്വരൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിലും അദ്ദേഹം തന്നെയാണ് വസിക്കുന്നത്. ആ ഒരു ഉറുമ്പ് വരെ. അപ്പോ അതില് ശക്തിക്ക് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ 10 പേരെ ഓടിക്കുന്നു, ഒരാളെ കണ്ടാൽ ഓടുന്നു. അതെന്താ? ഇതാണ് ശക്തിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ പറയാ, ചിലരില് ആ ഒരു ദയ കൂടുതലുണ്ട്, ചിലരില് വിദ്യ കൂടുതലുണ്ട്, അതുകൊണ്ട് അവരെ മാനിക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ്? ഈശ്വരന്റെ ഒരു പ്രഭാവമാണ്. പക്ഷെ പല ഏറ്റക്കുറച്ചിലുകളും നമുക്ക് കാണാൻ സാധ്യമാകും. ഇത് ശരിക്കും പറഞ്ഞ ഈശ്വരനെ പ്രാപിക്കാനുള്ള ഉപായത്തിന് വേണ്ടി, അദ്ദേഹത്തിനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഈ ജീവിതം, നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് ഈശ്വരൻ. ഒരിക്കലും ഒരു സാധുവിന്റെ അല്ലെങ്കിൽ സന്യാസിയുടെ പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് ഒരാൾ ചോദിച്ചു. സാധു പുസ്തകം തുറന്നു കാണിച്ചു. ഓരോ താളിലും ഓം രാമ, ഓം രാമ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മുടെ ബുക്കിലോ നമുക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ വലിയ ലിസ്റ്റുകളാണ്, ഇല്ലേ? പക്ഷെ ഒരു സന്യാസിയുടെ ബുക്കില് ആ രാമ എന്നുള്ള നാമം മാത്രമാണ് ഉള്ളത്. നമുക്ക് ഗീതയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? 10 പ്രാവശ്യം പറഞ്ഞാല് ഗീത ഗീത എന്ന് പലവര് പറഞ്ഞാൽ എന്താ അത് തിരിച്ച് വളരെ സ്പീഡിൽ പറഞ്ഞു നോക്കൂ, ത്യാഗി ത്യാഗി എന്നായിട്ട് തീരും. ഗീതയുടെ ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ സർവവും വെടിഞ്ഞ് ഭഗവാനെ പ്രാപിക്കാൻ പ്രയത്നിക്കൂ. ഒരു സന്യാസിയാണെങ്കിലും സംസാരിയാണെങ്കിലും മനസ്സില് ആ ഒരു ആസക്തി നീങ്ങണം. ചൈതന്യദേവൻ ദക്ഷിണേന്ത്യയില് തീർത്ഥാടനം ചെയ്യുമ്പോൾ ഒരാൾ ഒരു ഗീത വായിക്കുന്ന കണ്ടു. അല്പം ദൂരെ ഒരാളിരുന്ന് കേൾക്കുന്നു, കരയുന്നു, മിഴികള് കണ്ണുനീരിൽ നീന്തണു. നിനക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചൈതന്യദേവൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രഭു, ശ്ലോകമൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എന്താണ് പിന്നെ നീ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം അന്വേഷിച്ചപ്പോ പറഞ്ഞു, അർജുനന്റെ രഥം ഞാൻ കാണുന്നു, അതിന് മുൻവശം ഭഗവാനും അർജുനനും സംഭാഷണം ചെയ്യുന്നു, പാവം ഭഗവാൻ നിൽക്കുകയല്ലേ, ഇത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന്. അപ്പൊ എത്രയാണ് അതില് ആ ഒരു മനസ്സില് എന്താ പറയാ പതിച്ചിരിക്കുന്നത്. ആ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാല് ഭഗവാനാണ്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാന് ദുഃഖമുണ്ടോ? ഭഗവാന് വിഷമമുണ്ടോ? അല്ല, ഇതാണ് ശരിക്കും പറഞ്ഞാല് ഭക്തി യോഗ രഹസ്യം എന്ന് പറയുന്നത്. വിജ്ഞാനി എന്തുകൊണ്ടാണ് ഭക്തിയിൽ ലയിച്ചിരിക്കുന്നത്? കാരണം ശരിക്കും പറഞ്ഞാൽ സമാധി അവസ്ഥ, അതായത് ഞാൻ പോവില്ല, എനിക്ക് വേറെ ഒന്നും വേണ്ട, അല്ലെ? ആ സമാധി അവസ്ഥയില് നമ്മള് ആ ഒരു സാധാരണ ജീവന്റെ അഹം എന്ന് പറഞ്ഞത് അത് പോയാല് പിന്നെ എന്താ? അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. കാരണം ഒരു പേരാല് വെട്ടിക്കളഞ്ഞു നോക്കൂ, അവിടെ വീണ്ടും വീണ്ടും മുള വന്നുകൊണ്ടേയിരിക്കും, ഇല്ലേ? ജ്ഞാനലാഭത്തിന് ശേഷം എവിടുന്നോ ഈ ഞാൻ വരുന്നുണ്ട്. നമ്മുടെ സ്വപ്നത്തിൽ ഒരു കടുവയെ കണ്ടാ ഉണരും, ഇല്ലേ? പിന്നെ നമ്മള് ഇതെന്തുകൊണ്ടാ വരുന്നത്? നമ്മുടെ ഉള്ളിൽ ഈ ജീവന്റെ ഈ ഞാൻ മൂലമാണ് കാരണം ഇത് വരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, നമ്മള് ഈ ഒരു മനസ്സിന്റെ തലം, നമ്മൾ ഞാനെന്ന് പറയുന്ന ആ ബോധം, ഇതാണ് നമുക്ക് ഓരോ സ്വപ്നത്തിലും ജാഗ്രതത്തിലും എല്ലാം തന്നെ
നമുക്ക് പല പല അനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാം നീ ഇല്ലെങ്കിൽ ത്വം ത്വം എന്ന് പറഞ്ഞാലോ എല്ലാം ഭഗവാൻ മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് മുക്തി ലഭിക്കുക. ഹേ ഭഗവാൻ, അല്ലയോ അമ്മേ, അടിയൻ ദാസൻ, അവിടുന്ന് പ്രഭു, ഞാൻ പൈതൽ, അവിടുന്ന് അമ്മ. ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒരിക്കലും രാമൻ ചോദിച്ചു, ഹനുമാൻ നീ എന്നെ ഏത് വിധമാണ് കാണുന്നത്? അപ്പൊ ഹനുമാൻ പറഞ്ഞു, ഹേ രാമ, എനിക്ക് ഞാനെന്ന ബോധമുള്ളപ്പോൾ അങ്ങ് പൂർണ്ണനായിട്ടും ഞാൻ അംശമെന്ന് തോന്നുമ്പോൾ അങ്ങ് പ്രഭുവായിട്ടും ഞാൻ ദാസനായിട്ടും ഞാൻ അറിയുന്നു. എന്നാൽ തത്വജ്ഞാനം ഉണ്ടാകുമ്പോൾ അങ്ങ് തന്നെയാണ് ഞാൻ തന്നെയാണ് അങ്ങ് എന്നും കാണുന്നു. അപ്പോ ഒരു സേവക ഭാവമാണ് എപ്പോഴും നല്ലത്, അല്ലെ? അപ്പോ എന്താ പറയാ, ഈശ്വരൻ എന്ന് പറയുന്നത് അഹം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ദാസനാണെങ്കിൽ എന്താ ദാസോഹം. അപ്പോ ഞാനും എന്റേതും ഇത് രണ്ടും അജ്ഞാനമാണ്. എന്റെ വീട്, എന്റെ പണം, എന്റെ വിദ്യ, എന്റെ സ്വത്ത്, ഈ വക ഭാവങ്ങള് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നേരെ മറിച്ച് അല്ലയോ ഭഗവാനെ, അങ്ങ് കർത്താവ്, ഇതൊക്കെയാണ് ഈ കാണായതൊക്കെ അവിടത്തെയാണ്. വീട്, വീട്ടുകാരി, കുട്ടികള്, വേലക്കാര്, ബന്ധുക്കള്, സ്വന്തക്കാരെല്ലാം അങ്ങയുടെ വക. ഈ ഭാവം ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സദാ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടുണ്ട്. മരണശേഷം ഒന്നും ബാക്കി നിൽക്കുന്നില്ല. ഏതാനും കർമ്മങ്ങൾ തീർക്കാൻ ഇവിടെ വരുന്നു. വീട് നാട്ടിൻ പുറത്ത്, ജോലി കൽക്കട്ടയിൽ, അല്ലേ? അതുപോലെ വലിയ ആളുകളുടെ തോട്ടം സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ തോട്ടം കാണാൻ വന്നാൽ പറയുന്നു, ഈ തോട്ടം ഞങ്ങളുടെ വകയാണ്, ഈ പോയിക ഞങ്ങളുടെ വകയാണ്. എന്നാൽ ഏതെങ്കിലും കുറ്റം കൊണ്ട് യജമാനൻ അയാളെ പറഞ്ഞയച്ചാൽ അയാൾ ഒരു വീഞ്ഞപ്പെട്ടിയും കയ്യിലെടുത്തു ആ പൊട്ടി കൊണ്ടുപോകാൻ പോലും അധികാരമില്ല. പെട്ടി രഹസ്യമായി കാവൽക്കാരന്റെ കയ്യിൽ കൊടുത്തയക്കുന്നു. ഇവിടത്തെ എന്തെങ്കിലും നമ്മുടേതായിട്ടുണ്ടോ? ഒന്നുമില്ല, അല്ലെ? നമ്മൾ വെറും ഇതിന്റെ കുറച്ചു കാലം നമുക്ക് തരാൻ ഒരു വലിയ തോട്ടം, അവിടെ പല വസ്തുക്കൾ ഉണ്ടാക്കി ഈശ്വരൻ നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. വൈദ്യൻ രോഗിയുടെ അമ്മയോട് പറയുകയാണ്, അമ്മയെ പേടിക്കണ്ട, ഞാൻ അമ്മയുടെ കുട്ടിയെ സുഖപ്പെടുത്തി തരാം. അപ്പോൾ ഈശ്വരൻ ഒന്ന് ചിരിക്കും. അങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു, ഇല്ലേ? ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്നു, ഞാൻ രക്ഷിക്കുമെന്ന്, താൻ രക്ഷിക്കുമെന്ന് ഇവൻ പറയുന്നു. അപ്പൊ താൻ കർത്താവാണ്, വൈദ്യൻ വിചാരിക്കുന്നു. കർത്താവ് ഈശ്വരനാണെന്ന സംഗതി മറന്നുപോയി. പിന്നെ രണ്ട് സഹോദരന്മാര് എപ്പോഴൊക്കെയാണ് ഈശ്വരൻ ചിരിക്കുന്നതെന്ന് പറയുകയാണ്. രണ്ട് സഹോദരന്മാര് കയറ് പിടിച്ച് ഭൂമിയെ ഭാഗം ചെയ്യുന്നു. അവര് പറയാണ്, ഈ ഭാഗം എനിക്ക്, ആവശ്യം നിനക്ക്. അപ്പോൾ ഈശ്വരൻ ഒന്നുകൂടി ചിരിക്കുകയാണ്, അല്ലെ? ഈ ബ്രഹ്മാണ്ടം മുഴുവൻ എന്റെ വക. എന്നാൽ ഇവർ പറയണു, ഈ ഭാഗം എന്റേത്, അത് നിന്റേതെന്ന്. അപ്പൊ യുക്തി വിചാരം കൊണ്ട് നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ദാസനായിട്ട് തീരുക, ശരണാഗതനായിട്ട് അദ്ദേഹത്തെ വിളിക്കുക. കാരണം എന്താ? നമുക്ക് എന്താ പറയാ, അങ്ങനെ മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാനോ അനുഭവിക്കാനോ സാധ്യമുള്ളൂ. കാരണം പാണ്ഡിത്യം വഴി ചിന്ത ചെയ്താൽ നമുക്കൊരു പണ്ഡിതനായിട്ട് വിജ്ഞാനത്തിന്റെ വഴിയിലൂടെ, അല്ലെ ജ്ഞാനപാതയിലൂടെ ഭഗവാനെ അളന്ന് തിട്ടപ്പെടുത്തി മനസ്സിലാക്കാന്ന് വിചാരിച്ചാല് ഒരിക്കലും സാധ്യമല്ല. ഭക്തിയിലൂടെ കിട്ടുന്ന ജ്ഞാനം. സാധാരണ രാമകൃഷ്ണദേവൻ പാടുന്ന പോലെ, കാളിയെ ഇവിധം അറിയുന്നോരാരായിട്ടുണ്ട് ഭൂതലവാസികൾ, ദർശനങ്ങൾക്ക് മാവതില്ലേതുമേ തൽസ്വരൂപം ശരിക്കു കാട്ടിയിടുവാൻ. ആത്മാവാണത്രേ തർക്കയവൾ, പ്രേമഭാഷണമാണതിൻ ദർശകം. ഉള്ളിലുണ്ടാർക്കും നിശ്ചതൻ രൂപത്തിൽ സർവഭൂതാന്ത സംസ്ഥിതയാണവൾ. ഇക്ഷിതിയൊക്കെ ഉൾക്കൊണ്ട് ഇവളുടെ കുക്ഷി ഏതു വിധമെന്നറിഞ്ഞിടാൻ ദക്ഷനന്ദിനി തൃക്കടാക്ഷാഞ്ചിത ത്രക്ഷ സന്നിഭനാരുള്ളു ഭൂമിയിൽ. യോഗി മൂലാധാരാദി ചക്രങ്ങളിൽ യോഗമായയെ ധ്യാനിപ്പു സർവദാ. ഹംസമൊത്തവൾ പൊയ്കയിൽ സാഹ്ലാദം ഹംസി രൂപിണി നീന്തി കളിക്കുന്നു. ആഴി നീന്താൻ പ്രസാദും ഉദ്യമിക്കുന്നു. ലോകരെപ്പോഴേ പുഞ്ചിരി കൊള്ളുന്നു. അമ്പിളിക്കല കൈക്കുള്ളിലാക്കുവാൻ അമ്പ ഡംഭനിവൻ തുനിഞ്ഞിടുന്നു. എന്നുടെ മനസ്സെല്ലാം അറിയുന്നു, പക്ഷേ നെഞ്ചകമൊന്നും ഗ്രഹിച്ചില്ല. ഇതാണ് എന്താ പറയാ ദേവി. ഇക്ഷിതിയെ ഉൾക്കൊള്ളും ഇവളുടെ കുക്ഷി ഏതു വിധമെന്നറിഞ്ഞിടാൻ. ഈ പറയുന്ന പ്രപഞ്ചം മുഴുവനും എന്താ? അമ്മയുടെ ആ ഒരു കുക്ഷി വയറിലാണ്, അല്ലേ? ഉദരത്തിലാണ്. പിന്നെ എന്ത് ദർശനങ്ങള് കൊണ്ടിട്ടാണ് നമ്മൾ അമ്മയെ മനസ്സിലാക്കുക? ദർശനങ്ങൾക്ക് മാവതില്ലേതുമേ
തൽസ്വരൂപം ശരിക്ക് കാട്ടിയിടുവാൻ. പാണ്ഡിത്യം കൊണ്ട് കാളിയെ നമുക്ക് കിട്ടില്ല. അവിടെയാണ് നമുക്ക് വിശ്വാസവും ഭക്തിയും വേണമെന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ശക്തി എത്ര ഉണ്ടെന്ന് നമുക്ക് കേൾക്കണമെങ്കിൽ ഈ കഥ കൂടെ നോക്കണം. ഒരാൾക്ക് ലങ്കയിൽ നിന്ന് കടൽ താണ്ടി വരണം. അപ്പൊ വിഭീഷണൻ പറഞ്ഞു, ഈ സാധനം തുണിത്തുമ്പിൽ കെട്ടിക്കൊണ്ട് പോകൂ, എന്നാൽ നിർവിഘ്നം കടക്കാൻ, വെള്ളത്തിന് മേലെ നടന്നു പോകാൻ പറ്റും, പക്ഷെ തുറന്നു നോക്കരുത്. തുറന്നു നോക്കിയാൽ എന്താ, മുങ്ങിപ്പോകും അല്ലേ? ആ മനുഷ്യൻ സുഖമായി ജലത്തിന് മീതെ നടന്ന് ഇവിടെ എത്തി. അതാണ് വിശ്വാസത്തിന്റെ ശക്തി. കുറച്ചു ദൂരം ചെന്നപ്പോ, എന്നെ വെള്ളത്തിന് മീതെ നടക്കുന്ന ഇത് എന്ത് അത്ഭുത വസ്തുവാണ് വിഭീഷണൻ കെട്ടിത്തന്നതെന്ന് പറഞ്ഞാൽ തുണിത്തും പഴിച്ചു നോക്കിയപ്പോ ഒരു രാമനാമം മാത്രം എഴുതിയ ഒരു ഇല മാത്രമാണ് കണ്ടത്. അപ്പോഴോ താണുപോയി. അപ്പൊ ഹനുമാന് രാമനാമത്തിലുള്ള വിശ്വാസം കാണിക്കുന്ന ഒരു കഥയുണ്ട്. വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ് ഹനുമാൻ കടൽ ചാടിക്കടന്നത്. എന്നാൽ രാമന് എന്താ വേണ്ടി വന്നത്? കടലിൽ ചിറകെട്ടേണ്ടി വന്നു അല്ലേ? അപ്പൊ ദുർഗേ ദുർഗേ എന്ന് മൃത്യു വരുന്നേരം അത്യാകുലം ഞാൻ വിളിക്കുമെങ്കിൽ മുക്തി നൽകിയിടാതിരിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയില്ലെന്നതേ വന്നുകൂടൂ. അപ്പൊ ഞാൻ എത്ര വിശ്വാസത്തോടു കൂടി അമ്മയെ വിളിച്ചാലും ആ വിശ്വാസത്തിന്റെ ആഴം പോലെ ഇരിക്കും അമ്മ വരുന്നത് അല്ലെ? അപ്പോ എന്താ നമ്മൾ പറയേണ്ടത്? ഈ മനസ്സെന്ന് പറയുന്നതിനെ നമ്മൾ ആ ഒരു വഴിയമ്പലം നമ്മൾ അടയ്ക്കണം അല്ലെ? വിശ്വാസവും ഭക്തിയും. ഭക്തി കൊണ്ട് ഭഗവാനെ എളുപ്പത്തിൽ കിട്ടും, അമ്മയെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പരമതത്വത്തെ നേരിട്ടറിയാൻ ശ്രമിക്കുന്നോ മനസ്സേ നിൻ വഴിയമ്പലം പിഴച്ചുപോയി. അന്ധകാരം നിറഞ്ഞതാം മുറിയൊന്നിൽ വെറുമൊരു ഭ്രാന്തനെ പോൽ തപ്പി തടഞ്ഞു ഉഴലിയിടുന്നു നീ. ഭക്തി ഒഴിഞ്ഞില്ല ഒന്നുകൊണ്ടും സാധ്യമല്ല ഭഗവാനെ പ്രത്യക്ഷത്തിൽ ദർശിപ്പാൻ അറിയുവാനും. നേതി വാദം കൊണ്ടോ വേദതന്ത്രാദികൾ കൊണ്ടോ ദർശനങ്ങൾ ആറുകൊണ്ടോ സാധ്യമായിട ഭക്തി പാരവശ്യം കൊണ്ടേ പ്രസാദിക്കൂ ഭഗവാനെ എന്നുറപ്പായിട്ടറിയണം മനസ്സേ വേഗം. നേതിവാദാൽ ഭഗവാനെ അറിയുവാൻ എളുപ്പ അല്ല, അസ്ഥിതാബോധത്താൽ മാത്രമേ സാധ്യമാവൂ. നിത്യമാനന്ദ നിമഗ്നായി ജീവജാലങ്ങളിൽ എന്നും സത്യസ്വരൂപൻ ഈശൻ കുടികൊള്ളുന്നു. ഭക്തിലാഭം കൊതിച്ചല്ലോ മാമുനിമാർ എക്കാലത്തും യുക്തമാനസരായി തപസ്സു ചെയ്യൂ. കാന്തം ഇരുമ്പിനെ എന്ന പോലെ ആകർഷിക്കുമേ ജഗത്. കാന്തൻ ഭക്തിയുതനാകും ജീവനെ താനെ. തിരുവടിയാണെന്റെ അമ്മയെന്ന രഹസ്യത്തെ വ്യക്തമോർക്കണമോ ഞാനീയാ പണം തന്നിൽ. സൂചനകൾ നൽകിയിടാം ഞാൻ, ഏതൊന്നാണ് ഈ പൊരുളെന്ന് മാനസമേ ഊഹിച്ചു നീ അറിഞ്ഞുകൊള്ളുക. എന്താ നമ്മൾ ഇത് അറിയുന്നത്? ബ്രഹ്മം തന്നെയാണ് അമ്മ അല്ലേ? ഈ പരാശക്തിയായിരിക്കുന്ന കാളി. ആ രഹസ്യത്തെ നമുക്ക് എന്താ, ആ തിരുവടിയാണെന്റെ അമ്മയെന്ന രഹസ്യത്തെ വ്യക്തമാക്കണമോ ഞാനീ പണം തന്നിൽ. സൂചനകൾ നൽകിയിടാം ഞാൻ, ഏതൊന്നാണ് ഈ പൊരുളെന്ന് മാനസമേ ഊഹിച്ചുകൊള്ളുക. എന്താ മനസ്സിനോട് പറയാണ്, സൂചന തരാം ഞാൻ, നീ ഊഹിക്ക്. വേദത്തിൽ ബ്രഹ്മമെന്ന് പറയുന്നതിനെ ഞാൻ അമ്മയെന്ന് വിളിക്കണു. ആ ഒരു നിർഗുണൻ തന്നെ സഗുണൻ, ബ്രഹ്മം തന്നെ ശക്തി. നിഷ്ക്രിയൻ എന്ന് കരുതുമ്പോൾ അദ്ദേഹം ബ്രഹ്മമെന്ന് പറയണു. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതായിട്ട് ഭാവന ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ ആദ്യാശക്തി എന്ന് പറയുന്നു. ആദ്യാശക്തി തന്നെയാണ് കാളി അല്ലേ? ബ്രഹ്മവും ശക്തിയും എന്ന് പറഞ്ഞാൽ അഭിന്നമാണ്. അഗ്നിയും അതിന്റെ ദാഹക ശക്തിയും പോലെ, അഗ്നി എന്ന് പറഞ്ഞാൽ അതിന്റെ ദാഹക ശക്തി പെടുന്നു അല്ലെ? അതില്ലാതെ അഗ്നി ഇല്ല. ഒന്ന് അംഗീകരിച്ചാൽ നമ്മൾ മറ്റേതും അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ബ്രഹ്മത്തെ തന്നെയാണ് അമ്മയെന്ന് വിളിക്കുന്നത്. അമ്മ നമ്മുടെ സ്നേഹത്തിന് ആസ്പദമാണ്. ഈശ്വരനെ സ്നേഹിക്കാൻ കഴിഞ്ഞാല് അദ്ദേഹത്തെ കിട്ടും. ഭാവം, ഭക്തി, പ്രേമം, വിശ്വാസം ഇവയാണ് വഴികള്. ആ ഒരു മാനസമേ, ശരിക്കും പറഞ്ഞ ശ്രീരാമകൃഷ്ണ ദേവനാണ് ദേവിയെ കുറിച്ച് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് മനസ്സലിയിക്കുന്ന പാട്ടുകൾ അദ്ദേഹം പാടാറുണ്ട്. അതിലൊരെണ്ണമാണിത്. മാനസമേ ഇതൊന്നു ധ്യാനിക്കുമാമെട്ട് രൂപമെടുക്കുന്നു പ്രേമഭാവം. പ്രേമഭാവത്തെ അനുസരിച്ചേവനും കാമലാഭങ്ങളും വന്നു ചേരും. വിശ്വാസം എന്നാണ് സർവത്തിലും മൂലം വേരായി വർത്തിച്ചിടുന്ന വസ്തു. ദേവിതൻ പാതാര ബിന്ദത്തിൽ നിന്നൂറും ദിവ്യാമൃതത്തിൻ സരസിലെന്നും എൻ ചിത്തമാകെ മുഴുകി രമിക്കുകിൽ യജ്ഞ പൂജാദികൾ അപ്രധാനം. നിത്യാനുഷ്ഠാനങ്ങൾ മുട്ടാതെ ചെയ്യിലും പ്രത്യേകം മറ്റെന്ത് നേടാനുള്ളൂ. ഈ ദേവിയുടെ ആ സദാ അമ്മയാകുന്ന സരസിൽ മുങ്ങി കുളിക്കുന്ന ഒരു ജീവന് പിന്നെ പൂജ, ഹോമം,
യാഗം യജ്ഞമൊക്കെ വെറും വ്യർത്ഥമാണ്. ചിത്തം തദ്ഗതമായി തീരണം. തീവ പ്രേമം വേണം. ആ ഒരു സുധാഹൃതമല്ലേ, അമൃതിന്റെ ഹൃദം. അപ്പൊ അതിൽ മുങ്ങിയാ പിന്നെ മനുഷ്യൻ മരിക്കുന്നില്ല അല്ലേ, അമ്മയായിട്ട് തീരുന്നു, അമരനായിട്ട് തീരുകയാണ്. ഈശ്വരനെ കുറെയൊക്കെ ചിന്തിച്ചാല് സാധാരണ പറയാറുണ്ട് കിറുക്ക് പിടിക്കും എന്നല്ലേ. ചിലരൊക്കെ അതിനെയാണ് നമ്മൾ എന്താ പറയാ ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. വേറൊരു തലത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നു അതില്ല, അദ്ദേഹം ആ, അമൃത സാഗരമാണ്. ഇപ്പൊ വേദത്തിൽ അദ്ദേഹത്തെ അമൃതം എന്നാണ് പറയുന്നത് അല്ലേ. അതിൽ മുങ്ങിയാ മരിക്കുകയില്ല, എന്താ ചെയ്യുന്നത്, അമരനായിട്ട് തീരുന്നു. അപ്പോ പൂജ, ഹോമം, യാഗം, യജ്ഞം ഒക്കെ നമുക്ക് വ്യർത്ഥമാണ്. അതില് പ്രേമം ജനിച്ചാൽ, ഈശ്വരനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ആ അമ്മയെ നമുക്ക് അമ്മയായിട്ട് കണ്ടാല് വളരെ ഈ പറയുന്ന യാഗയജ്ഞങ്ങളുടെ ഈ പറയുന്ന കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാറ്റില്ലാത്തപ്പോഴേ കാറ്റില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ വീശറി എടുത്ത് വീശുന്നത് അല്ലെ. നല്ല കാറ്റ് വന്നു തുടങ്ങിയാൽ എന്താ, വീശറി മാറ്റി വെക്കുന്നു. പിന്നെ വീശറിയുടെ ആവശ്യം എന്താ, നമ്മുടെ കർമ്മങ്ങളെല്ലാം സത്കർമ്മമാണ്. ഞാനാണ് കർത്താവ് എന്നുള്ള അഹങ്കാരം ഉപേക്ഷിച്ച് നിഷ്കാമ ഭാവത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. ഇങ്ങനെ നിഷ്കാമ കർമ്മം ചെയ്ത് ചെയ്ത് ഈശ്വരനിൽ ഭക്തിയും പ്രേമവും നമുക്ക് ഉണ്ടാകണു. അങ്ങനെ നിഷ്കാമ കർമ്മം വഴി ഈശ്വര ലാഭം ഉണ്ടാകുന്നു. അപ്പൊ ഭഗവാനിലെ ഭക്തിയും പ്രേമവും വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ കർമ്മം കുറഞ്ഞു വരുന്നു. ഇപ്പൊ വധുവിന് ഗർഭിണിയായി കഴിഞ്ഞാൽ അമ്മാവി എന്താ ചെയ്യുക, കുറച്ചു നേരം എന്താ പറയാ കുറച്ച് കുറച്ച് ജോലികൾ കൊടുക്കും. അതേസമയം പ്രസവിക്കാറാവുമ്പോ അമ്മായി എന്താ പണി കുറച്ചു കൊടുക്കും. പ്രസവത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നാലോ കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയാലോ എന്ന് പേടിച്ച് 10 മാസം തികഞ്ഞാൽ ഒരു പണിയും ചെയ്യിക്കില്ല. എല്ലാം കഴിഞ്ഞ് എന്താ പറയാ ഒരു എന്താ നിഷ്കാമ കർമ്മത്തിൽ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാകണം, ഈശ്വരനിൽ പ്രേമം ഉണ്ടാകും. പ്രേമമുണ്ടായാൽ ഭഗവാനെ കാണാൻ കഴിയും. മനുഷ്യൻ ലോകത്തിന് ഉപകാരം ചെയ്യുന്നില്ല, ഭഗവാന് ചെയ്യുന്നു എന്നുള്ള കർമ്മം ആണ് നമ്മൾ ചെയ്യുക. അപ്പോ സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഭഗവാൻ അച്ഛനമ്മമാരിൽ സ്നേഹം നിറച്ചു വച്ചിരിക്കുന്നു. മഹാന്മാരുടെ ഉള്ളില് ദയയും സജ്ജനങ്ങളുടെയും ഭക്തന്മാരുടെയും ഉള്ളിൽ ഭക്തിയും കൊടുത്തിരിക്കുന്നു. ഫല കാമന കൂടാതെ കർമ്മം ചെയ്യുന്ന ആള് അവനവന് തന്നെയാണ് നന്മ ചെയ്യുന്നത്. അപ്പോ അകത്ത് സ്വർണം ഇരിക്കുന്നു, നമ്മൾ ഇനി അത് അറിയുന്നില്ല അല്ലെ. ഇപ്പൊ അതിൽ കുറച്ച് മണ്ണ് പുരണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സൂചന കിട്ടിയാൽ എന്താ, മറ്റ് പണികളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുത്ത് നമ്മൾ ലാളിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. വീട്ടുവേലയൊന്നും ചെയ്യാൻ പോവില്ല. അതുപോലെ ഒരു വിറക് കെട്ടുകാരൻ വിറക് വെട്ടാൻ പോയി. അപ്പൊ ബ്രഹ്മചാരി മുമ്പോട്ട് പോകൂ എന്ന് പറഞ്ഞു. മുമ്പോട്ട് ചെന്നപ്പോൾ ചന്ദനക്കാട് കണ്ടു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ആലോചിച്ചു. മുമ്പോട്ട് പോകാൻ അദ്ദേഹം പറഞ്ഞു ചന്ദനക്കാട് വരെ പോകേണ്ടു എന്ന് പറഞ്ഞില്ല. പിന്നെയും മുമ്പോട്ട് പോയി ഒരു വെള്ളിക്കനി കണ്ടെത്തി. അവിടെ കുറച്ചു നാൾ കഴിഞ്ഞ് മുമ്പോട്ട് ചെന്നപ്പോൾ കാണാം സ്വർണക്കനി. അതിനുശേഷം വജ്രം, മരതകം, അയാൾ ഇതെല്ലാം കൊണ്ടുപോയി വലിയ ധനികനായി. അപ്പൊ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യാൻ സാധിച്ചാൽ ഈശ്വരനിൽ സ്നേഹം ഉദിക്കും അല്ലെ. പിന്നെ ഭഗവത് കൃപ കൊണ്ട് ഭഗവാനെ ലഭിക്കും, ഈശ്വരനെ കാണാൻ സാധിക്കും, അദ്ദേഹവുമായിട്ട് വർത്തമാനം പറയാൻ സാധിക്കും. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് രാമകൃഷ്ണദേവൻ പറയാറുള്ളത്. അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാല് അഹൈതുക കൃപാസിന്ധു. കാരണം എപ്പോഴും പ്രത്യേകിച്ച് എന്താ പറയാ കാരണം ഒന്നുമില്ലാതെ നമുക്ക് കൃപ ചൊരിയുന്ന ആളാണ് ഭഗവാൻ. നമ്മൾ ചോദിക്കുക, കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ, അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാരും അല്ലേ. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മനോഹരമായി ഉള്ള പല ഉപദേശങ്ങളും ഗൃഹസ്ഥന്മാർക്ക് അദ്ദേഹം കൊടുക്കാറുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ ഓരോന്ന് പറയുമ്പോഴും അദ്ദേഹം സമാധി തത്വം പറയാറുണ്ട്. കാരണം എന്താ, സച്ചിദാനന്ദം ലഭിച്ചാൽ സമാധിയായി, അപ്പോ കർമ്മം പോയി പോകുന്നു. ഞാൻ ഭാഗവതരുടെ പേര് വിളിക്കുന്നു, ഭാഗവതർ വരുന്നു, അദ്ദേഹത്തിന്റെ പേര് വിളിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ തേനീച്ച എത്ര നേരം മുരളുന്നു എന്ന് ചോദിച്ചാൽ പൂവിൽ ഇരിക്കുന്നത് വരെ. അപ്പൊ സാധകൻ കർമ്മം ത്യജിച്ചുകൊണ്ടായില്ല. പൂജ, ജപം, ധ്യാനം, സന്ധ്യാനാമം, കവചധാരണം, തീർത്ഥാടനം എല്ലാം ചെയ്യുക തന്നെ വേണം. ഒന്നും നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. ഇത് കിട്ടിയെന്ന് പറഞ്ഞു. ഈശ്വര ദർശനത്തിന് ശേഷവും ആരെങ്കിലും യുക്തിവികാരം ചെയ്യുന്നത് കണ്ടാല് തേൻ ഉണ്ട ശേഷവും ഈച്ച മെല്ലെ മെല്ലെ മൂളുന്നത് പോലെയാണെന്ന് ധരിച്ചോളണം. കാരണം ഒരാൾക്ക് എന്തെങ്കിലും സംഗീത വിദ്യയിലോ മറ്റെന്തെങ്കിലും മികച്ച കഴിവുണ്ടെങ്കിൽ അയാളില് ഈശ്വരശക്തി പ്രത്യേകമായിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഭഗവാനെ കാണാൻ എന്താ വഴി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് ഭക്തിയാണ് മുഖ്യം. ഈശ്വരൻ സർവഭൂതങ്ങളിലുമുണ്ട്.
എന്നാൽ ആരെയാണ് ഭക്തൻ എന്ന് പറയുന്നത്? സർവദാ ഈശ്വര ചിന്ത ചെയ്യുന്ന ആള്. എന്നാൽ അഹങ്കാരവും അഭിമാനവും ഉണ്ടെങ്കിൽ അത് സാധ്യമല്ല. അഹങ്കാരമാകുന്ന കുന്നിന്റെ മേൽ ഈശ്വരന്റെ കൃപയാകുന്ന ജലം തങ്ങി നിൽക്കില്ല, ഒലിച്ചു പോകും. ഞാൻ യന്ത്രം, അല്ലെ? എല്ലാ എല്ലാ വഴികളിൽ കൂടിയും അദ്ദേഹത്തെ കണ്ടെത്താം. സർവ്വ മതങ്ങളും സത്യം തന്നെയാണ്. നമ്മള് എപ്പോഴും എന്താ, ആ ഉയർന്ന മട്ടുപ്പാവിൽ നിന്നാ മതി. ശരിയായ കോവണിപ്പടി വഴി ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി, അല്ലെ, ആ ഒരു മരേണി കൊണ്ട് നമ്മള് മുകളിൽ എത്തണം. ഏത് വഴിയായാലും സാരമില്ല. മുള കൊണ്ടുള്ള വഴിയോ ഏതോ ആവട്ടെ, ഒരു ഏണി നമുക്ക് വേണം. നമുക്ക് കാണിച്ചു തരാൻ ഒരു ആള് വേണം, അല്ലേ? അതാണ് നമ്മുടെ ഗുരു. മതങ്ങളിൽ പല തെറ്റുകളുണ്ട്, കുറവുകളുണ്ടെങ്കിലും നമ്മൾ എന്താ അതിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ഗുരു കാണിച്ചു തരുന്ന വഴിയാണ് ഏറ്റവും ഉയർന്ന വഴി എന്ന് പറയുന്നത്. കാരണം ഗുരു എന്ന് പറയുന്ന ആരാ? അന്തർയാമിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അപ്പോ നമ്മൾ എന്ത് വേണം? ആ വഴി പോയി കഴിഞ്ഞാല് ആ എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ഈശ്വര സന്നിധാനത്തിൽ എത്തിക്കാൻ നമ്മുടെ അന്തർയാമിയായിരിക്കണ ഈശ്വരൻ തന്നെയായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. നമ്മള് ഭഗവാനെ പല ഭക്തന്മാര് പല പേര് വിളിക്കണു, അല്ലെ? ഒരാളെ തന്നെയാ വിളിക്കുന്നത്. ഒരു കുളത്തിൽ 4 കടവുണ്ടെങ്കിൽ ഹിന്ദുക്കൾ വെള്ളം എടുക്കുന്നത് ആ ജലം എന്ന് പറയുന്നു. വേറൊരു മുസൽമാൻ വെള്ളം എടുക്കുന്നു, അതിനെ പാനി എന്ന് പറയുന്നു. വേറൊരാൾ ഇംഗ്ലീഷുകാർ അതിനെ നമ്മൾ വാട്ടർ എന്ന് പറയുന്നു, അല്ലെ? അവര് അക്വ എന്ന് പറയും ചിലര്. ഇതെല്ലാം തന്നെ എന്താ, ഒരേ ജലത്തെ തന്നെയാണ്. അപ്പൊ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനെ നമ്മള് പല നാമത്തിൽ കാണുന്നു, പല നാമത്തിൽ വിളിക്കണു, അല്ലെ? അപ്പോ ഉള്ളില് എന്താണ്, നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സാധനാ തലത്തിൽ കയറണം. കുറച്ച് സാധനകൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്, ഗൃഹസ്ഥാശ്രമികൾ പ്രത്യേകിച്ചും. കാരണം ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളുമായിട്ട് സദാ എന്താ പറയാ ഇടപെടേണ്ടവരാണ് ഗൃഹസ്ഥാശ്രമികൾ. അപ്പൊ കുറച്ച് സാധന ചെയ്യുമ്പോൾ അറിയാം എന്താ ഉള്ളില് ഉള്ളതെന്ന്. കാരണം അതിനുശേഷം നമ്മൾ എന്താ, അപ്പൊ ഈ പറയുന്ന അഴുക്കുകളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞാല് സാധനം മുന്നോട്ട് കൊണ്ടുപോകണം. വഞ്ചി ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്താ, കുറച്ച് അലയും കാറ്റിലും കോളിലും വളവിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമരക്കാരൻ എഴുന്നേറ്റ് നിന്ന് അതിനെ മുറുകെ അമരം പിടിക്കുന്ന കാണാം. അവ കടന്നു കിട്ടിയാൽ പിന്നെ വേണ്ട. വളവ് കടന്ന് അനുകൂലമായിട്ടുള്ള കാറ്റ് കിട്ടിയാൽ എന്താ, അമരക്കാരൻ ഉല്ലാസത്തോടെ ഇരിക്കും. അമരത്തിൽ പതുക്കെ തൊടുക മാത്രം ചെയ്താൽ മതി. പിന്നെ എന്താ, പായ് കെട്ടാനുള്ള ഏർപ്പാടാക്കും. അതുപോലെ എന്താ പറയാ, ഈ കാമിനി കാഞ്ചനങ്ങളുടെ കാറ്റും കൂളും കടന്നു കിട്ടിയാല് മനസ്സ് സ്വസ്ഥമായി ശാന്തിയായി, അല്ലെ? ചിലരിലെ യോഗികളുടെ ലക്ഷണം കാണാൻ കഴിയും. എന്നാൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വളരെ നല്ലതാണ്. കാരണം കാമിനി കാഞ്ചനങ്ങൾ മാത്രമാണ് യോഗത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അവ കൊണ്ട് യോഗഭ്രഷ്ടരായി സംസാരത്തിൽ പെട്ടുപോകുന്നു. കാരണം ഭോഗവാസന അല്പം ഉണ്ടായി എന്ന് വരാം, അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഈശ്വരന്റെ അടുക്കലേക്ക് ഉറപ്പായിട്ടും പോകും. ഇത് തന്നെയാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, നമ്മള് ഒരു ത്രാസിന്റെ ഒരു വശത്ത് ഭാരം വെച്ചാൽ താഴത്തെയും മുകളിലത്തെയും സൂചി ഒരേ നിലയ്ക്ക് നിൽക്കില്ല. താഴത്തെ സൂചിയാണ് മനസ്സെന്ന് പറയുന്നത്, മുകളിലത്തത് ഈശ്വരനും. ഇവ രണ്ടും ഒരേ നിലയ്ക്ക് നിൽക്കുന്നതിന്റെ പേരാണ് യോഗം. മനസ്സ് സ്ഥിരമാകാതെ യോഗം സാധ്യമല്ല. സംസാരവാദം മനോദീപത്തെ സർവദാ ചഞ്ചലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദീപം തെല്ലും ഇളകാതെയായാൽ ശരിയായിരിക്കുന്ന യോഗാവസ്ഥയായി. അപ്പൊ കാമിനി കാഞ്ചനങ്ങൾ മാത്രമാണ് യോഗിയുടെ വിലങ്ങെന്ന് പറയുന്നത്. തത്വവിചാരം ചെയ്യണം. സ്ത്രീകളുടെ ശരീരത്തിൽ എന്തുണ്ട്? രക്തം, മജ്ജ, രക്തം, മാംസം, മജ്ജ, കുടൽമാല, കൃമി, മലം, മൂത്രം, ഇതൊക്കെ. ഈ ശരീരത്തിന് മേൽ എത്ര ആസക്തി എന്തിനാണ് നമ്മൾ വെക്കുന്നത്? യോഗിയുടെ മനസ്സ് സർവ സമയം ഈശ്വരനിൽ ഇരിക്കുന്നു. സർവദാ ആത്മാവില്. അവന്റെ കണ്ടാൽ അറിയാം നമുക്കത്. കണ്ണൊരു ലക്ഷ്യമില്ലാതെ മിഴിച്ചിരിക്കും. ആ ഒരു എന്താ പറയാ, അടയിരിക്കുന്ന പക്ഷിയെ പോലെ. അതിന്റെ മനം മുഴുവൻ മുട്ടമേലാണ്, അല്ലെ? പേരിന് മാത്രം അത് പുറത്തേക്ക് നോക്കുന്നു. അതുപോലെ നമ്മുടെ മനസ്സ് സദാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഈശ്വരനുമായിട്ട് യോഗം ചെയ്തിരിക്കണം. നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യണം. നിഷ്കാമമായിട്ട് പ്രവർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ആദ്യമൊന്നും അത് സാധ്യമായില്ലെന്ന് വരാം. കർമ്മം ചെയ്തുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാല് രാമനും കാമനും ഒരുമിച്ചിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്, അല്ലെ? രാമൻ ഉള്ളിടത്ത് കാമമില്ല, കാമമുള്ളിടത്ത് രാമനില്ല എന്ന് പറയാറുണ്ട്. എല്ലാവരും കർമ്മം ചെയ്യുന്നു. ഭഗവാന്റെ നാമഗുണ കീർത്തനവും കർമ്മമാണ്. സോഹംവാദികൾ എന്താ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. ചിന്തയും കർമ്മം തന്നെ, ശ്വാസം വിടലും കർമ്മമാണ്. കർമ്മം തീരെ ത്യജിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യണം, പക്ഷെ ഫലം ഈശ്വരന്
സമർപ്പിക്കുക. അപ്പൊ ധാർമ്മികമായ ജീവിതത്തിന് വേണ്ടി ചെയ്യാൻ പ്രയത്നിക്കണം. നല്ല വഴിക്ക്. പണസമ്പാദനം മാത്രമല്ല ലക്ഷ്യം, ഈശ്വര സേവയും ആ ഉദ്ദേശം ഉണ്ട്. പണം കൊണ്ട് ഈശ്വര സേവ സാധിക്കുമെങ്കിൽ ആ പണം കൊണ്ട് ദോഷമില്ല. ഉണ്ണാനും ഒടുക്കാനും കഷ്ടപ്പാടില്ലാതാകുന്നത് വരെ നമുക്ക് ജോലി ചെയ്യണം, പണം സമ്പാദിക്കണം. മക്കൾക്ക് തൻകാലിൽ നിൽക്കാറായാൽ പിന്നെ അവരുടെ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. കോഴിക്കുഞ്ഞ് തന്നെത്താൻ കൊത്തി തിന്നാറായാൽ പിന്നെ തള്ളയുടെ അടുത്ത് തീറ്റിക്ക് വന്ന തള്ള കൊത്തി ഓടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എത്ര കാലം കർമ്മം ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് എന്താ, കായുണ്ടായാൽ പിന്നെ പൂ നിലനിൽക്കില്ല. ഈശ്വര ലാഭം ഉണ്ടായാൽ പിന്നെ കർമ്മം ചെയ്യേണ്ടതില്ല, അതിന് മനസ്സ് വരില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഈശ്വരനോട് അടുക്കും തോറും കർമ്മം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഭയം വേണ്ട. അപ്പൊ എന്താ പറയാ, ആ അറിവ് നമുക്കുണ്ടായാൽ മാത്രം മതി. അപ്പൊ ഈശ്വര ദർശനം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും ഈശ്വര ലാഭം സാധിച്ചവരും പല തരക്കാരുണ്ടെന്ന് വൈഷ്ണവര് പറയുന്നു. കാരണം പ്രവർത്തകൻ, സാധകൻ, സിദ്ധൻ, സിദ്ധൻ ഇങ്ങനെയുള്ള വഴിയിലേക്ക് കാലെടുത്ത് വെച്ച ആളെയാണ് നമ്മൾ പ്രവർത്തകൻ എന്ന് പറയുന്നത്. സാധനയും ഭജനയും ചെയ്യുന്നവനെ, പൂജയും ജപവും ധ്യാനവും നാമഗുണ കീർത്തനവും ചെയ്യുന്നവനെ സാധകൻ എന്ന് പറയുന്നു. ഈശ്വരൻ ഉള്ളിൽ ഉണ്ടെന്ന് ബോധമുറച്ച വ്യക്തിയെ സിദ്ധൻ എന്ന് പറയാം. ഇതിന് വേദത്തിൽ ഒരു ഉപമയുണ്ട്. ഇരുട്ടുമുറിയില് ഗൃഹനാഥൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരാൾ അയാളെ തപ്പി തേടുന്നു. സോഫയിൽ കൈവച്ച് പറയുന്നു ഇതല്ല അദ്ദേഹം. ജനലിൽ തൊട്ടിട്ട് പറയുന്നു ഇതല്ല. വാതിൽ കൈവച്ച് പറയുന്നു ഇതല്ല. നേതി ഇതല്ല, ഇതല്ല. ഒടുവിൽ വീട്ടുകാരന്റെ മേൽ കൈവച്ചു. അപ്പോൾ പറയുന്നു ഇതാ അദ്ദേഹത്തെ കണ്ടു. അതായത് അസ്തിത്വ ബോധമുണ്ടായി, ഗൃഹനാഥനെ കണ്ടുകിട്ടി. പക്ഷെ അടുത്തറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. വേറൊരു കൂട്ടരുണ്ട്, അവരെ സിദ്ധരെന്ന് പറയുന്നു. ഗൃഹനാഥനുമായി വളരെ കാലം വർത്തമാനം പറയുന്നുണ്ട്. ആ അവസ്ഥയൊന്ന് വേറെയാണ്. ഈശ്വരനുമായി പ്രേമത്തോടും ഭക്തിയോടും കൂടി അടുത്ത് പെരുമാറുന്നത്. സിദ്ധൻ ഈശ്വരനെ കിട്ടിയെന്നുള്ളത് നേര് തന്നെ. എന്നാൽ സിദ്ധൻ ഈശ്വരനുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്നു. അദ്ദേഹത്തെ ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവത്തെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, നമ്മൾ പല വഴികൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? മധുരം, ഇതിൽ ഏതെങ്കിലും നമുക്ക് പ്രാപിക്കാം. ശാന്തം എന്ന് പറഞ്ഞാൽ അത് ഋഷികൾക്കുണ്ടായിരിക്കുന്നതാണ്. അവര് ഭോഗാനുഭവത്തിന്റെ ഉള്ള വാസന അവരിൽ തീരെയില്ല. പത്നിക്ക് പതിയോടുള്ള ഭക്തി പോലെ അവർക്കറിയാം തന്റെ ഭർത്താവ് കന്ദർപ്പനാണ്. പിന്നെ ദാസ്യഭാവത്തിലെടുക്കാം. ഹനുമാന്റെ ഭാവം പോലെ രാമന്റെ കാര്യം ചെയ്യേണ്ട സമയത്ത് സിംഹതുല്യനായിട്ട്. ഭാര്യയ്ക്കും ദാസ്യഭാവമുണ്ട്, ഭർത്താവിനെ പ്രാണൻ കൊടുത്തും സേവ ചെയ്യുന്നു. അമ്മയ്ക്കും അല്പസ്ഥാനമുണ്ട്, യശോദയ്ക്കും ഉണ്ടായിരുന്നു. അതുപോലെ സഖ്യം എന്ന് പറഞ്ഞാൽ സ്നേഹിതന്റെ ഭാവം. സ്നേഹിതന്മാര് തങ്ങളിൽ പറയണു വാ അടുത്ത് വന്നിരിക്കുക അല്ലെ? ശ്രീരാമാദികൾ ചിലപ്പോ കൃഷ്ണന് കടിച്ച പഴം തിന്നാൻ കൊടുക്കും. അപ്പോ അത് എന്താ പറയാ, ചിലപ്പോ തോളത്ത് ചാടിക്കയറി ഇരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം നമുക്കറിയാം ശബരി രാമന് കടിച്ച പഴമാണ് കൊടുത്തത് അല്ലെ? ഇനി വാത്സല്യ ഭക്തി നോക്കുകയാണെങ്കിൽ യശോദയുടേതുപോലെ ഭാര്യയ്ക്കും ഇത് അല്പമുണ്ട്, ഭർത്താവിനെ സ്വപ്രാണൻ പറിച്ചെടുത്ത് പോറ്റുന്നു. മക്കൾ വയറ് നിറച്ച് കഴിച്ചാലേ അമ്മയ്ക്ക് തൃപ്തിയുള്ളൂ. യശോദ കൃഷ്ണനെ ഊട്ടാൻ കയ്യില് വെണ്ണയുമായിട്ട് ചുറ്റി നടക്കുന്നു. ഇനി മധുരം എന്താണ്? രാധയെ പോലെ. ഒരു നാരിക്ക് ജാരനോടുള്ള ഭാവം, ഭാര്യയ്ക്കും മധുരഭാവമുണ്ട്. ഈ ഭാവത്തിൽ സകല ഭാവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ശാന്തവും ദാസ്യവും സഖ്യവും വാത്സല്യവും എല്ലാം തന്നെ. ഇനി ഈശ്വര ദർശനം നമുക്ക് കണ്ണുകൊണ്ട് സാധ്യമാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയണു ബാഹ്യചക്ഷുസ് കൊണ്ട് കാണാൻ കഴിയില്ല. സാധന ചെയ്ത് ഒരു പ്രേമ ശരീരം കിട്ടുന്നു. അതിൽ പ്രേമചക്ഷുസും പ്രേമകർണവും. ആ കണ്ണുകൊണ്ട് അദ്ദേഹത്തെ കാണാം, ആ കാതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അത് മാത്രമല്ല പ്രേമമയമായിട്ടുള്ള ലിംഗവും യോനിയും കൂടെ ഉണ്ടാകും. ഇതെല്ലാം തന്നെ എന്താ, ഈ പ്രേമ ശരീരം കൊണ്ട് ആത്മാവുമായിട്ട് രമിക്കുന്നു. ഈശ്വരനിൽ തീവ്ര പ്രേമം കൂടാതെ ഇതുണ്ടാകുകയില്ല. അതിയായ സ്നേഹമുണ്ടായാലും സർവത്ര ഈശ്വരമയമായിട്ട് കാണാം. മഞ്ഞപ്പിത്തം കടുത്താൽ കാണുന്നതൊക്കെ മഞ്ഞിച്ചിരിക്കുമില്ലേ? അതുപോലെ അദ്ദേഹം തന്നെ ഞാൻ തന്നെ അദ്ദേഹം. ഈ ഒരു ബോധം. കള്ളുകുടിയൻ ലഹരിയേറിയാൽ പറയും ഞാനാണ് കാളി അല്ലെ? ഗോപികൾ മതോന്മത്തരായിട്ട് പറയുന്നു ഞാൻ തന്നെ കൃഷ്ണൻ. അപ്പൊ നമ്മളെ രാപ്പകൽ ഭഗവാനെ ചിന്തിച്ചാല് 4 ദിക്കിലും അദ്ദേഹത്തെ കാണാം. വിളക്കിന്റെ നാളത്തിലേക്ക് കുറെ നേരം നോക്കിയിരുന്നാല് കുറച്ചു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നാളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലും അതുപോലെ. അപ്പോ ഈശ്വര ദർശനം എന്ന് പറയുന്നത് ഒരു ബുദ്ധിഭ്രമമല്ല അല്ലെ? അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട്, അദ്ദേഹത്തിന്റെ കൃപ കൂടാതെ ഈ സന്ദേഹം നീങ്ങില്ല.
അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ ആത്മസാക്ഷാത്കാരം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ മാത്രമേ നമ്മുടെ സംശയങ്ങളെല്ലാം ഇല്ലാതായി തീരുള്ളൂ. ഭഗവത് കൃപ ലഭിച്ചാല് പിന്നെ ഭയം വേണ്ട. കുട്ടി അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ വീണെന്ന് വരാം. നേരെ മറിച്ച് മകന്റെ കൈ അച്ഛൻ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഭഗവാൻ കൃപ ചെയ്ത് സന്ദേഹം നീക്കിത്തരും, ദർശനം അരുളും, പിന്നെ നമുക്ക് ക്ലേശമില്ല. അദ്ദേഹത്തിന് കിട്ടുന്നതിനോട് വളരെ വ്യാകുലതയോടുകൂടി വിളിച്ച് വിളിച്ച് വളരെ സാധന ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ കൃപ ഉണ്ടാവുകയുള്ളൂ. ആ മകൻ കിതച്ച് പരക്കം പാഞ്ഞ് നടക്കുന്നത് കണ്ടാലേ അമ്മയ്ക്ക് ദയ തോന്നുള്ളൂ. അതുപോലെ അമ്മ ഒളിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോ അമ്മ വന്ന് നമുക്ക് ദർശനം നൽകും. അപ്പൊ ഭഗവാൻ നമ്മെ എന്തിനിട്ട് ഓടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞു, തെല്ലുനേരം നാം ഓടി നടക്കണമെന്നത് അദ്ദേഹത്തിന്റെ ഇച്ഛയാണ്. അദ്ദേഹത്തിന് അതൊരു രസമാണ്, അദ്ദേഹത്തിന്റെ ലീലയാണ്, അല്ലെ? ഈ സംസാരം എന്താ എന്ന് പറയുന്നത് ആ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന്റെ പേര് മഹാമായ. അതിനാൽ ഈ ശക്തിരൂപിണിയായിരിക്കുന്ന അമ്മയിൽ ശരണാഗതരാകണം നമ്മള്. മായാപാശത്താൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ പാശത്തെ അറുത്തു കളയാൻ സാധിക്കുകയാണെങ്കിൽ ഈശ്വര ദർശനം തീർച്ചയായിട്ടും സാധ്യമാകും. ആ അമ്മയുടെ കൃപ ലഭിക്കണമെങ്കിൽ ആദ്യശക്തി സ്വരൂപിണിയായിരിക്കണം, മാതാവിനെ പ്രസന്നയാക്കണം. അദ്ദേഹം തന്നെ മഹാമായ ലോകത്തെ മുക്തമാക്കിക്കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തു. അദ്ദേഹം തന്നെ നമ്മളെ അജ്ഞാനത്തിൽ വെച്ചിരിക്കുന്നു. ഈ മഹാമായ വാതില് തുറന്നാൽ മാത്രമേ നമുക്ക് അകത്ത് പോകാൻ സാധിക്കുള്ളൂ. പുറത്ത് പെട്ടുകിടന്നാൽ പുറത്തുള്ള വസ്തുക്കൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, അല്ലെ? നിത്യവും സച്ചിദാനന്ദമായിരിക്കുന്ന ആ പുരുഷനെ നമുക്ക് ഒരിക്കലും അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താ, മധുകൈടവന്മാരുടെ വധസമയത്ത് ബ്രഹ്മാദി ദേവതകൾ മഹാമായ സ്തോത്രം ചെയ്തു എന്ന് പുരാണത്തില് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ടല്ലേ? ശക്തിയാണ് ജഗത്തിന്റെ മൂലാധാരം. ആ ആദ്യാശക്തിക്കുള്ളില് വിദ്യയും അവിദ്യയും രണ്ടും ഉണ്ട്. അവിദ്യ മോഹിപ്പിക്കുന്നു, അവിദ്യ കാമിനി കാഞ്ചനം നിർമ്മിച്ച് മോഹിപ്പിക്കുന്നു. വിദ്യയിൽ നിന്ന് ഭക്തിയും ദയയും ജ്ഞാനവും പ്രേമവും ഉണ്ടാകുന്നു. വിദ്യ ഈശ്വര മാർഗത്തിലേക്ക് നയിക്കുന്നു. ഈ അവിദ്യയെ പ്രസാദിപ്പിക്കണം. അതാണ് ശക്തി പൂജയുടെ ഉദ്ദേശം. അവിദ്യയെ പ്രസാദിപ്പിക്കുന്നതിന് നാനാഭാവത്തിൽ നമ്മൾ പൂജ ചെയ്യണു. ദാസീഭാവം, വീരഭാവം, സന്താനഭാവം, അല്ലെ? വീരഭാവം എന്നാൽ പറഞ്ഞാൽ അതായത് സംയോഗത്തിൽ കൂടെ അവളെ സന്തോഷിപ്പിക്കലാണ്. അപ്പൊ ഭക്തി സാധന അതിഭയങ്കരമായിരിക്കുന്ന ഒരു സാധനയാണ്. സൂത്രമൊന്നും അവിടെ സാധ്യമല്ല. അമ്മയുടെ ദാസിയെന്നും സഖിയെന്നുമുള്ള ഭാവത്തില് നമ്മൾ കഴിയണം. സന്താനഭാവമാണ് ഏറ്റവും നമുക്ക് എളുപ്പം എന്നൊക്കെ സകല സ്ത്രീകളെയും നമ്മൾ അമ്മയായിട്ട്, അതായത് മാതൃരൂപത്തിൽ കാണുക. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. സകല സ്ത്രീകളും ശക്തിയുടെ ഓരോ രൂപങ്ങളാണ്, അല്ലെ? വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ വിവാഹ സമയത്ത് വരന്റെ കയ്യിൽ ഒരു കത്തി കാണും. ആ ഒരു ബംഗാളത്ത് ഒരു പാക്കുവെട്ടിയും ഉണ്ടായിരിക്കും. ഇതിന്റെ അർത്ഥം ഈ ശക്തി സ്വരൂപിണിയായ കന്യകയുടെ സഹായത്തോടുകൂടി വരൻ മായാപാശം വിച്ഛേദിച്ച് കളയും. ഇതാണ് വീരഭാവം. വീരഭാവത്തില് പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ സന്താന ഭാവത്തിൽ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലേ? അപ്പോ എന്താണ്, ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചാല് ആ ഈശ്വരന്റെ ബാഹ്യമായിരിക്കുന്ന ഐശ്വര്യത്തെ, അതായത് ജഗത് രചനാ രൂപത്തിലുള്ള ഐശ്വര്യത്തെ നമ്മൾ മറന്നുപോകും. ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യം മനസ്സിൽ തങ്ങി നിൽക്കില്ല. ഈശ്വരന്റെ ആനന്ദത്തിൽ മഗ്നനായ ഭക്തൻ എന്താണ്, തന്റെ പേരെന്താണ്, തന്റെ വീട് എവിടെയാണ്, ഒന്നും നമുക്കറിയില്ല. ആ ആനന്ദത്തിൽ മുഴുകി പിന്നെ ഇവിടെ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഒരു ഐശ്വര്യം നമുക്ക് ഐശ്വര്യമായിട്ട് തോന്നില്ല. കാരണം ഇതൊന്നും നമുക്ക് ചോദിക്കാനുള്ള അവസരമില്ല, അല്ലെ? അപ്പൊ ഇന്നത്തെ തിഥി എന്താണെന്ന് ഒരിക്കൽ ഒരാൾ ഹനുമാനോട് ചോദിച്ചപ്പോ ഹനുമാൻ എന്താ പറഞ്ഞത്? എനിക്ക് നാളും പക്കവും വാരവും ഒന്നും അറിയില്ല, എനിക്ക് രാമനെ മാത്രമേ അറിയാവൂ, രാമനെ മാത്രമാണ് ഞാൻ സ്മരിക്കുന്നത്. ഇതാണ് നമുക്ക് ഒരു ഗൃഹസ്ഥാശ്രമികൾക്ക് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ തരുന്ന ഉപദേശങ്ങള്. ഈ ഉപദേശം നല്ലവണ്ണം മനസ്സിലാക്കി പിന്തുടർന്ന് പോകുന്നവർക്ക് ഈ സംസാര സാഗരം തരണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ദേവിയുടെ പാദപത്മങ്ങളാകുന്ന ചെറു തോണിയില്, അല്ലെ? ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. അമ്മയുടെ ഭക്തിയാകുന്ന, അമ്മയുടെ പാദപത്മങ്ങളാകുന്ന ആ ഒരു ചെറിയ തോണി, അതിൽ സദാ സഞ്ചരിച്ചുകൊണ്ട്, അതിന് അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തെ നമുക്കും തരണം ചെയ്യാൻ സാധിക്കട്ടെ. നമുക്കിന്നിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.